ബോർഡർ ഗവാസ്കർ ട്രോഫി ഇന്ത്യ ഓസ്ട്രേലിയ ക്രിക്കറ്റ് മാച്ച് ടെസ്റ്റ് അത് ഭയങ്കര എന്താ പറയുന്നത് അഗ്രസീവായിട്ടുള്ള ഒരു മാച്ചാണ്, നമുക്കറിയാവുന്നതാണ്. ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യ ഓസ്ട്രേലിയയും കൊമ്പ് കോർക്കുന്നതാണ്. അതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന സ്ലെഡ്ജിങ്ങൾ, വാക്പോരുകൾ, ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇത് ഇന്നലെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഒന്നാം ടെസ്റ്റ് ഇന്ത്യ ബാറ്റിങ്ങിന് കയറുന്നു, 150 റൺസിന് ഓൾ ഔട്ട് ആകുന്നു. അവിടെ നമ്മൾ ഇതെന്ത് തേങ്ങയായി കാണിക്കുന്നതെന്ന്. ഭയങ്കര ഭീകരമായ രീതിയിലാണ് മിച്ചർ സ്റ്റാർക്കും ജോഷ് ഹേസൽവുഡും പാറ്റ് കമിൻസും കൂടെ ഇന്ത്യൻ വിക്കറ്റുകൾ പിഴുതത്. അത്രയും പിന്നെ കുറച്ച് നേരം പൊരുതി നിന്ന് നമ്മുടെ ഋഷഭ് പന്ത്, അങ്ങനെ 1-2 പേരൊക്കെ മാത്രമേ ഉള്ളൂ. വളരെ ശോകകരമായ ബാറ്റിംഗ് ആയിരുന്നു. വിരാട് കോഹ്ലി, പേര് കേട്ട ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ വിരാട് കോഹ്ലി 5 റൺസിനൊക്കെ പോകുന്നു എന്ന് പറയുമ്പം വിരാട് കോഹ്ലിയുടെ ഫോമിനെ തന്നെ പഴിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. കാരണം അദ്ദേഹം ഇപ്പം ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ എന്താ പറയുന്നത്, ഫോം ഔട്ട് ആണെങ്കിൽ ഫസ്റ്റ് ക്ലാസ് മാച്ചസ് കളിക്കാനായിട്ട് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പോരായ്മ. അദ്ദേഹം ഇപ്പോൾ മെയിൻ സ്ട്രീം കളികളും IPL അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ഫോം ഔട്ട് ആകുകയാണെങ്കിൽ ഒരു പ്ലെയർ ഈ പറയുന്ന ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കളിച്ച് അതായത് ടച്ചിൽ നിൽക്കണം. ഇതിപ്പം മെയിൻ കളികൾ കഴിയുന്ന സമയത്ത് പരിപാടി നിർത്തിയിട്ട് പിന്നെ ഔട്ടിങ്, ടൂറിങ് അങ്ങനെ കുറേ പരിപാടികളൊക്കെ ആയിട്ട് പുള്ളി നീങ്ങുമ്പോൾ എങ്ങനെ ഫോം ആവും? ഇതിപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞതല്ലോ വിരാട് കോഹ്ലിയുടെ ഒരു പോരായ്മ. അപ്പോൾ പോരായ്മ കുറച്ച് തവണകളായിട്ട് കാണുന്നുണ്ട്. പക്ഷേ നമുക്ക് പുള്ളിയെ തള്ളിക്കളയാൻ പറ്റത്തില്ല. നമ്മൾ വീണു എന്ന് പറയുന്ന സമയത്ത് പുള്ളി എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെ ഒരു കിടുക്കൻ പ്ലെയറാണ് വിരാട് കോഹ്ലി. പക്ഷേ എന്നാലും അദ്ദേഹം ഫസ്റ്റ് ക്ലാസ് മാച്ചസ് കളിക്കേണ്ടതാണ്. ടച്ച് പോയി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. പിന്നെ ബാക്കി 150 ഇന്ത്യ ഓൾ ഔട്ട് ആയ ഒരു സാഹചര്യം പോയി കഴിഞ്ഞാൽ നമ്മൾ തന്നെ അയ്യേ എന്ന് വെച്ച് 150 എന്നുള്ളത് തിരിച്ച് ഓസ്ട്രേലിയ ബാറ്റിങ്ങിന് കയറുന്നു. നമ്മുടെ ഇന്ത്യൻ ക്യാപ്റ്റൻ ജസ്പ്രീത് ബുംറയും മുഹമ്മദ് സിറാജും ഹർഷിത് റാണയും കൂടെ നയിക്കുന്ന പേസ്, ഈ പേസ് ത്രയം എന്താ പറയുന്നത് വരിഞ്ഞു മുറുക്കി 107 റൺസിന് ഓസ്ട്രേലിയ ഓൾ ഔട്ടായി. അതായത് കിടുക്കൻ ബോളിംഗ് ആയിരുന്നു ബുംറയും റാണയും അതുപോലെ തന്നെ സിറാജും കാഴ്ചവെച്ചാൽ വരിഞ്ഞു മുറുക്കി കളയുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു. അങ്ങനെ നമുക്ക് ലീഡായി. ഇപ്പോൾ ഏതായാലും രണ്ടാം ദിനം എന്താ പറയുന്നത് ഇന്ത്യയുടെ ബാറ്റിങ് ഏകദേശം ഇന്ത്യ 172 റൺസിന് വിക്കറ്റൊന്നും പോകാതെ, അതായത് ഒരുപാട് പേര് പഴിച്ചിരുന്ന ഒരാളാണ് KL രാഹുൽ. അദ്ദേഹം പിടിച്ചു നിൽക്കുന്നുണ്ട്. യശസ്വി ജയ്സ്വാൾ അതുപോലെ പിടിച്ചു നിൽക്കുന്നുണ്ട്. അപ്പം രണ്ടുപേരുടെയും നല്ല ബാറ്റിംഗ് ആയിരുന്നു, പ്രത്യേകിച്ച് ജയ്സ്വാളിൻ്റെ. പിന്നെ രാഹുലിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കേണ്ട ഒരു സാഹചര്യമാണ്. അപ്പോൾ എന്തായാലും അദ്ദേഹം കിട്ടുക്കനായിട്ട് ബാറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ക്ലാസ് ഷോട്ടുകളൊക്കെ ആയിരുന്നു. ഏതായാലും 90 റൺസുമായിട്ട് ജയ്സ്വാൾ 62 റൺസുമായിട്ട് KL രാഹുൽ നിൽപ്പുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ കാണാം. ഇന്ത്യക്ക് നല്ല ലീഡായി 218 റൺസ് ആ ഒരു റേഞ്ച് ഏകദേശം ലീഡ് വന്നിട്ടുണ്ട്. എന്താ പറയുന്നത് മൂന്നാം ദിനം ബാറ്റ് ചെയ്ത് കിടുക്കനായിട്ട് കുറച്ച് നല്ല സൂപ്പർ എന്താ പറയുന്നത് ലീഡ് എടുത്തതിന് ശേഷം ഓസ്ട്രേലിയൻ ബാറ്റിങ്ങിനെ അയച്ചു വരിഞ്ഞ് മുറുക്കുക എന്നുള്ളതാണ് ഇന്ത്യൻ തന്ത്രം. ഏകദേശം ഇന്ത്യയുടെ കയ്യിലാണ് ഇപ്പോൾ കളിയിരിക്കുന്നത്. നമുക്ക് എന്താ പറയുന്നത് അടുത്ത ദിവസങ്ങളിൽ കാണാം. ഓസ്ട്രേലിയനെ അങ്ങനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അവന്മാർ എന്താ പറയുന്നത് നമ്മുടെ ഈ പറയുന്നത് ചാരമാണെന്ന് കരുതി ചെയ്യാൻ നിൽക്കരുത്. കനൽ കെട്ടിട്ടില്ലെങ്കിൽ പൊള്ളും എന്ന് പറയുന്ന പോലെ അവരുടെ കാര്യം പറയാൻ പറ്റത്തില്ല. അവർ വീണെടുത്ത് വന്ന് അടിക്കുന്ന ടീംസാണ്. അപ്പോൾ അതുകൊണ്ട് കാണാം ബോർഡർ ഗവാസ്കർ ട്രോഫി എന്ന് പറയുന്ന ആ ഒരു ചൂട് പിടിച്ച മാച്ച്. അതിൻ്റെ ഇടയ്ക്ക് നമുക്കറിയാം ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സ്ലെഡ്ജിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട്. മിച്ചൽ സ്റ്റാർക്ക് ഹർഷിത് റാണയോട് പറയുന്നുണ്ട് ഐ ആം ഫാസ്റ്റർ ദാൻ യു എന്നൊക്കെ പറഞ്ഞ് സ്ലെഡ്ജ് ചെയ്യുന്ന സാഹചര്യമുണ്ട്. തിരിച്ച് എന്താ പറയുക ഇന്ത്യ ബാറ്റിങ്ങിന് ഇറങ്ങിയ സമയത്ത് സ്റ്റാർക്കിനോട് യശസ്വി ജയ്സ്വാൾ പറയുന്നുണ്ട് ഇറ്റ്സ് നോട്ട് ഫാസ്റ്റർ എന്ന് പറഞ്ഞ് സ്റ്റാർക്കിനെ കളിയാക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം. കിടുക്കൻ മാച്ചാണ്. എന്തായാലും നമുക്ക് രണ്ടുപേരും കട്ടയ്ക്ക് ഇപ്പോൾ എന്തായാലും ഇന്ത്യയാണ് ലീഡ് ചെയ്ത് നിൽക്കുന്നത്. അടുത്ത ദിവസത്തെ ബാറ്റിങ്ങോട് കഴിയുമ്പോൾ നമുക്കറിയാം ജയിക്കാനുള്ള നല്ല സാധ്യതകളുണ്ട്. ഓസ്ട്രേലിയനെ അങ്ങനെ തള്ളിക്കളയാൻ പറ്റത്തില്ല.